തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടം വാർഡിൽ നഗരസഭാ ഡെപ്യൂട്ടി മേയറുടെ മകൾ തൃപ്തി രാജിന് വെല്ലുവിളി ഉയർത്തുകയാണ് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഞ്ജന പി.എസ്. 5 വർഷത്തെ വാർഡിലെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണവും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണമാണ് അവസാന ദിവസങ്ങളിലും ആവശ്യത്തോടെ നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് വാശിയേറിയ മത്സരം നടക്കുന്ന പട്ടം വാർഡ് ശ്രദ്ധാകേന്ദ്രമാകുന്നു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഞ്ജന പി.എസിന്റെ ആവേശകരമായ പ്രചരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും നഗരസഭാ ഡെപ്യൂട്ടി മേയറുടെ മകളുമായ തൃപ്തി രാജിന് വെല്ലുവിളിയാകുന്നു. ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സജീവ പ്രവർത്തനങ്ങളാണ് വാർഡിൽ പുരോഗമിക്കുന്നത്. നഗരസഭ ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു കൌൺസിലറായിരുന്ന വാർഡിൽ 48 കോടിയുടെ വികസന പദ്ധതികൾ നടത്തിയെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പരിസര പ്രദേശങ്ങളിലെ ലോഡ്ജുകളുടെ ഡ്രെയിനേജ് പോകുന്നത് ഈ വഴിക്കാണ്. ഇവിടെ വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ് ഈ പട്ടത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഇവിടെ അനവധിയായിട്ടുള്ള ലോഡ്ജുകൾ, രോഗികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെ കുട്ടികൾ താമസിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മുക്കാൽ വീടുകളും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിൽ നഗരം മാതൃകയാണെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പട്ടത്തെ സ്ഥിതിയും ബി.ജെ.പി. സ്ഥാനാർത്ഥി കാട്ടിത്തരുന്നുണ്ട്. മാലിന്യ ഹബ്ബായി പട്ടം മാറിയെന്ന ആക്ഷേപവും ശക്തമാണ്. മാലിന്യ നിർമ്മാർജ്ജനം എത്ര മോശമായിട്ട് നടക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ പട്ടംപാടിലേക്ക് വന്നാൽ മതി. കാരണം പട്ടം മോഡൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് എത്തിയപ്പോൾ എനിക്ക് ആദ്യമായി ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രോപ്പർ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം ഈ വാർഡിലില്ല. ഈ വാർഡിനെ നരകമാക്കി മാറ്റുന്ന രീതിയിലുള്ള പട്ടിശല്യമാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ട്രേ ഡോഗ്സ് കൂടാൻ കാരണം? അത് മാലിന്യങ്ങൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഒരു മതിലിന് ഇപ്പുറമാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലത്തെ മതിലിൽ സെൻറ്റ് മേരീസ് സ്കൂളാണുള്ളത്. ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ മതിലിന് ഇപ്പുറത്താണ് ഈ പട്ടം വാർഡിലെ ഏറ്റവും കൂടുതൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലം. അത് ഈ പട്ടം വാർഡിലെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ കറക്റ്റായിട്ടല്ല എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഇവിടുത്തെ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ഈ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന വേസ്റ്റ് എവിടെ ഇടുന്നു എന്ന് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഈ നിൽക്കുന്ന സ്ഥലത്തും ഇവിടുത്തെ നേരത്തെ ഞാൻ കാണിച്ച ചെറുകുരക്കോണം കുളം ഇത്തരത്തിലുള്ള സ്ഥലത്ത് വന്നാൽ മതി. നിരവധി ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത അനന്തപുരി എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും വികസനത്തിന്റെയും പാത സൃഷ്ടിക്കുക എന്നതാണ് അഞ്ജനയുടെയും ലക്ഷ്യം. ജനം, തിരുവനന്തപുരം.